ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ക്യൂബക്കിൽ വെക്കേഷന് പോയതിൻ്റെ നെക്സ്റ്റ് ഡേയിലെ വീഡിയോ ആണ് കേട്ടോ. ഈ ദിവസം തന്നെയാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് തന്നെയാണ് തൗസൻഡ് ഐലൻഡ്. അപ്പോൾ തൗസൻഡിലെല്ലാം ഇറങ്ങിയിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെയാണെങ്കിൽ നമുക്ക് വരുന്ന ഹൈവേ തന്നെയാണ്. ഹൈവേന്ന് ഒരു 5 കിലോമീറ്റർ മാത്രമേ നമുക്ക് അകത്തോട്ട് കയറിയാൽ മതി. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ ക്രൂയിസിൽ പോകാനുള്ള ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 3 മണിക്കാണ് ക്രൂയിസിൽ. നമുക്കൊരു 1 അവറാണ് ക്രൂയിസിലേക്ക് ഉള്ള ക്രൂയിസിലുള്ള യാത്ര ഉള്ളത്. ഒരു 1 അവറാണ് അവർ നമ്മളെ ചുറ്റി കൊണ്ടുവന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2-2:30 എപ്പോഴേക്കും അവിടെ എത്തിയായിരുന്നു. അപ്പോൾ നമ്മൾ ക്രൂയിസിലോട്ട് പോകുന്ന ഒരു സെക്ഷനാണിത്. നമ്മുടെ സമയമായി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിലോട്ട് കയറാനായിട്ട് പോവാണ്. ഹലോ കൂട്ടുകാരെ, നമ്മൾ തൗസൻഡ് ഐലൻഡിൽ വന്നിട്ട് ഈ ക്രൂസിൽ കയറാൻ പോവാണ്. അപ്പോൾ നമുക്ക് 1 അവർ ഇവരിത് ചുറ്റി കൊണ്ടുവന്ന് നടന്ന് കാണിക്കും. അവിടെ കുറേ ഐലൻഡുകളും US ബോർഡറൊക്കെയാണ്. അപ്പോൾ അത് ഫുള്ള് അവർ കൊണ്ട് കാണിക്കും. അപ്പോൾ ഞാൻ പോകുന്നത് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മൾ മൊബൈലിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് അവർക്കത് കാണിച്ചു കൊടുക്കുമ്പോൾ അവരത് സ്കാൻ ചെയ്ത് എല്ലാം നോക്കുന്നതാണ് അവിടെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന ക്രൂയിസ്. അപ്പോൾ അതിനകത്ത് താഴത്തെ ഒരു സെക്ഷനുണ്ട്, പിന്നെ ഒരു മിഡിൽ, പിന്നെ ഒരു മേളുഭാഗം. അത്രയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അയ്യോ, ഈ ഫസ്റ്റ് കാണുന്ന ക്രൂയിസ് അല്ല കേട്ടോ, ആ സെക്കൻഡ് കാണുന്നതാണ് അപ്പുറത്ത് കിടക്കുന്നത്. അതിലാൾക്കാർ കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ അത് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ. അവരെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിനകത്ത് അകത്ത് കയറുമ്പോൾ ഇങ്ങനെയാണ് സീറ്റിങ്ങും സെക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത്. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കേട്ടോ, നമുക്ക് നടക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവർ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒരിക്കലും അതിൽ കിടന്ന് ഓടരുത്, നടന്നു പോവാം. പിന്നെ വാഷ്റൂം അതിൻ്റെ അകത്തുണ്ട്. പിന്നെ താഴെ ഫുഡിൻ്റെ സെക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് പൈസ കൊടുത്തിട്ട് വാങ്ങിച്ച് കഴിക്കാം. ടിക്കറ്റിൻ്റെ പ്രൈസിൽ ഫുഡ് ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് എല്ലാവരും വീഡിയോ ഒക്കെ പിടിക്കുന്നത് കാണണേ. ഇത് സെൻറ്റ് ലോറൻസ് റിവറാണ് ഈ കാണുന്നത്. അതിൽ സെൻറ്റ് ലോറൻസ് റിവറിൽ നമ്മൾക്ക് 1000 ഐലൻഡ്സ് എന്ന് പറയുന്നത് ആ ക്രൂയിസിൽ അവർ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് 1800 കൂടുതൽ ചെറിയ ചെറിയ ഐലൻഡുകളാണ് ഇതിനകത്തുള്ളതെന്നാണ് പറയണത്. നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും, കുഞ്ഞു കുഞ്ഞു ഐലൻഡുകളാണ് മൊത്തം കാണുന്നത്. പിന്നെ അത് ആ ബ്രിഡ്ജ് കണ്ടോ, ആ ബ്രിഡ്ജും നമ്മുടെ അമേരിക്കക്കാർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻ്റർനാഷണൽ ബ്രിഡ്ജാണ് കേട്ടോ ആ കാണുന്നത്. അപ്പോൾ ആ കാണുന്ന അതൊക്കെ ചെറിയ ചെറിയ ഐലൻഡുകളാണ്. നല്ല ഭംഗിയാണ് ആ വീടുകളൊക്കെ കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു അവിടെ ആൾക്കാർ ഈ സമ്മർ ടൈമിൽ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ സമ്മർ ടൈമിൽ അവർ വന്ന് താമസിക്കുക അങ്ങനെയൊക്കെ ആയിരിക്കും പറ്റുള്ളൂ. എന്തായാലും വിൻ്ററിൽ ഇവിടെ വന്ന് താമസിക്കാൻ എന്തായാലും പറ്റില്ല, കാരണം തണുപ്പായിരിക്കും ഒരു ഇത്. പിന്നെ ചില സമയത്ത് ലേക്കിൻ്റെയൊക്കെ മേളുഭാഗം ഫ്രോസൺ ആയി പോകും. അപ്പോൾ അങ്ങോട്ട് വരവ് അത്രയും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കറക്റ്റായിട്ട് എനിക്കറിയില്ല കേട്ടോ, ഇനി താമസിക്കുന്നവരുണ്ടോയെന്ന് അറിയില്ല. പിന്നെ നമ്മൾ കുറേ പോയി കഴിയുമ്പോൾ ഇതാണ് കാസൽ. ഇത് ബോട്ട് കാസൽ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അത് നിർമ്മിച്ച ആളുടെ പേരാണത്. അപ്പോൾ ഈ സ്ഥലം നമുക്ക് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ ഓപ്ഷൻ ഉണ്ട് കേട്ടോ, നമുക്ക് അവിടെ ഇറങ്ങണോ വേണ്ടയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കവിടെ ഇറങ്ങണമെങ്കിൽ നമ്മൾ കനേഡിയൻ സിറ്റിസൺ ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് അമേരിക്കൻ വിസ വേണമെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ കുറച്ച് പേര് കനേഡിയൻ സിറ്റിസൺസ് ആയിരുന്നു, പക്ഷേ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളവിടെ സ്റ്റോപ്പൊന്നും എടുത്തില്ല. നമ്മളതിൻ്റെ ചുറ്റും ആ ക്രൂയിസ് അതിൻ്റെ ചുറ്റും കറക്കിയാണ് അത് കൊണ്ടുപോകുന്നത്. അതിൻ്റെ അകത്ത് അവിടെ അമേരിക്കയുടെ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. അത് അമേരിക്കയിൽ വരുന്ന സ്ഥലം, ആ ഫ്ലാഗ് അമേരിക്കയുടെ വെച്ചേക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഇറക്കുന്നില്ല. ചില സമയത്ത് നമ്മൾ അതിൽ ഇറങ്ങാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇറക്കി നമുക്ക് അതിൻ്റെ അകം മൊത്തം കാണാൻ പറ്റും. പിന്നെ വരുന്ന ക്രൂസിൽ കയറിയിട്ട് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. നമ്മളിതൊരു 1 അവറിലെ ക്രൂയിസാണ് എടുത്തായിരുന്നത്. അപ്പോൾ 1 അവറിനുള്ളിൽ അവരത് ഫുള്ളും കറക്കി കാണിച്ച് നമ്മൾ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ നമ്മളെ കൊണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണാം, ചെറിയ ചെറിയ വീടുകൾ കാണാം. പിന്നെ അതുപോലെ ആൾക്കാർ ചെറിയ ബോട്ടിൽ അതിൽ പോകുന്നുണ്ട്, സ്പീഡ് ബോട്ടുകളിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. ഇത് ക്രൂയിസിൻ്റെ മറ്റേ സൈഡാണ്, നമ്മൾ പോയ സൈഡല്ല, തിരിച്ച് വരുന്ന ഒരു സൈഡാണ് ഈ കാണുന്നത്. ക്രൂയിസല്ല, സോറി, കാർസലിൻ്റെ പറയുന്നത് മൊത്തം മാറിപ്പോവാണ്. ഇത് കാർസലിൻ്റെ അപ്പുറത്തെ സൈഡാണ് കാണുന്നത്. അതിൻ്റെ അകത്ത് കയറി നോക്കിയാൽ എന്താ ഉള്ളതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലും മ്യൂസിയോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അതിൻ്റെ അകത്ത് കാണുന്നത്. പിന്നെ നമുക്കൊരു 1 ടൈം വിസിറ്റിന് എന്തായാലും നല്ലതാണ് അവിടെ പോയി കാണുന്നത്. പിന്നെ പിള്ളേർക്കൊന്നും ഇങ്ങനെ സീനറി കാണാനൊന്നും വലിയ ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പോൾ വലിയവർക്കൊക്കെ നല്ലതാണ്. ഒരു 1 ഡേ വെക്കേഷനൊക്കെ പോലെ നമുക്ക് പോയിട്ട് കണ്ട് എൻജോയ് ചെയ്യാനായിട്ട് നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുന്ന വഴിയിലായതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ഡ്രൈവും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതൊന്നുമില്ല. പിന്നെ
ഒറ്റയടിക്ക് ഒരു 7 മണിക്കൂർ ഡ്രൈവ് ചെയ്യുന്നതിന് ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ഫുഡൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോയ കാരണം നമ്മൾ ഓൾറെഡി കഴിച്ചിട്ടാണ് അതിൻ്റെ അകത്ത് കയറിയത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു എക്സ്പെൻസും നമുക്ക് വന്നില്ല. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ 1000 ഐലൻഡിൻ്റെ ആ ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾക്ക് ഇനി വരുന്ന വീഡിയോകളിൽ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോസൊക്കെ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ 1000 ഐലൻഡിനെ കുറിച്ച് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. കാരണം മൊത്തത്തിൽ നമുക്ക് എന്തായാലും ഇതിൽ പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഹായ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ട്രിപ്പ് പോയ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് നമ്മുടെ ബോട്ടിൻ്റെ എൻഡാണ് ഈ കാണുന്നത് മൊത്തം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.